ഈശോയുടെ സ്നേഹിക്കപ്പെട്ടവരെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ 1:14. പിതാവിൻ്റെ ഏകജാതനായ ദൈവത്തോടു കൂടിയായിരുന്ന ദൈവവചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ ഭൂജാതനായി. ആദ്യമുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. 1 യോഹന്നാൻ 1:1. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരും അപ്പസ്തോല പിതാക്കന്മാരും അനുഭവിച്ച മിശിഹായെ പ്രഘോഷിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ് സഭയുടെ ദൃശ്യഘടന. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെയും അവിടുത്തെ ആരാധിക്കുന്നവരുടെയും സമൂഹമാണത്. സ്വന്തം കഴിവിനാൽ ആരും ക്രൈസ്തവരാകുന്നില്ല. മറിച്ച് വിശ്വാസത്തിലൂടെ സഭാഗാത്രത്തിലെ അംഗങ്ങളാകുന്നത് വഴി മാത്രമാണ് അവൻ ക്രിസ്തുവിൽ ഒന്നു ചേർക്കപ്പെടുന്നത്. ക്രിസ്തുവിൽ നവജീവൻ നൽകുകയും പരിശുദ്ധാത്മാവിൽ നമ്മെ മറ്റു സഹോദരങ്ങളുമായി ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയാണ് സഭാമാതാവ്. ദൈവവചനത്തിലൂടെയും കൂദാശകളിലൂടെയും നമ്മുടെ അമ്മയായ സഭ നമ്മെ മണവാളനാകുന്ന ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്നു. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. സഭ ക്രിസ്ത്യാനികളുടെ മാതാവായിരിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുമ്പോൾ അവരാൽ ഉണ്ടാക്കിയത് കൂടിയാണ്. സഭ നമ്മിൽ നിന്ന് വ്യത്യസ്തമല്ല, മറിച്ച് വിശ്വാസികളുടെ മൊത്തത്തിലായി കാണണം. നാം എല്ലാവരും സഭയുടെ ഭാഗമാണ്. അതെ, നാം എല്ലാവരുമാണ് സഭ. നമ്മുടെ ഓരോരുത്തരുടെയുമാണ് സഭ. വിശുദ്ധ ജെറോം എഴുതി, ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ആത്മാക്കളല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഇപ്രകാരം പറയുന്നത്: സഭയെ മാതാവായി കാണാത്തവന് ദൈവത്തെ പിതാവായി കാണാൻ സാധിക്കുകയില്ല എന്ന്. നാം ഓരോരുത്തരും ഈശോ മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയിലെ അംഗങ്ങളാണ്. മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് നമ്മുടെ അമ്മയായ തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി 3 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം.